ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമയോഗം. ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോഴും ശരീരത്തിൽ തന്നെ ഇരിക്കുമ്പോഴും ശരീരത്തിലിരുന്ന് വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും സുഖം, ദുഃഖം, മോഹം എന്നിവയോടുകൂടിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം ജീവനെ ഈ ശരീരത്തിന് അതീതമായ അഖണ്ഡ ചൈതന്യമായി മനസ്സിലാക്കാൻ നമുക്കാവുന്നില്ല. എന്നാൽ വിവേകികളായവർ അതറിയുന്നു എന്ന് 10-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. ഇനി ആർക്കാണ് ഈ ആത്മദർശനം ലഭിക്കുന്നത്? അധികം പേർക്കും എന്തുകൊണ്ടത് സിദ്ധിക്കുന്നില്ല എന്ന് പരിശോധിക്കുന്ന 11-ാമത്തെ ശ്ലോകം നോക്കാം. യദന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത്യചേതസഃ. യദന്തഃ യജ്ഞം ചെയ്യുന്ന, യോഗിനഃ യോഗികൾ, ആത്മനി തന്നിൽ, അവസ്ഥിതം ഇരിക്കുന്ന, ഏനം ഇവനെ ഈ ജീവാത്മാവിനെ, പശ്യന്തി കാണുന്നു, യദന്തഃ അപി യജ്ഞിക്കുന്നവരാണെങ്കിലും, അകൃതാത്മാനഃ ആത്മശുദ്ധിയില്ലാത്ത, അചേതസഃ ബുദ്ധിശൂന്യന്മാർ, ഏനം ഇവനെ ഈ ജീവനെ ന പശ്യന്തി കാണുന്നില്ല. ശരിയായി പ്രയത്നം ചെയ്യുന്ന സാധകന്മാർ ഇവനെ, അതായത് ജീവാത്മാവിൻ്റെ രൂപത്തിൽ വിലസുന്ന പരമാത്മാവിനെ അവനവൻ്റെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നതായി കാണുന്നു. അന്ധക്കരണശുദ്ധിയില്ലാത്ത അവിവേകികളാകട്ടെ യജ്ഞിച്ചാലും പരമാത്മാവിനെ കാണുന്നുമില്ല. പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ഉദ്ദേശം. ദൂരെയെങ്ങും അത് അന്വേഷിച്ചു പോകേണ്ടതുമില്ല. തന്നിൽ തന്നെ ഇരിക്കുന്ന അതിനെ അറിയണമെങ്കിൽ ചില പ്രത്യേക ചര്യകൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, വിഷയാസക്തി മൂലം ഉണ്ടാകുന്ന മനസ്സിലെ വിക്ഷേപങ്ങൾ നീങ്ങി അന്ധക്കരണം ശുദ്ധമാകണം. ആത്മതത്വത്തെ സംബന്ധിച്ച ശരിയായ അവബോധത്തിലൂടെ ബുദ്ധിയിലെ ആവരണവും നീക്കണം. ആത്മസംയമനം ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കാത്തവർക്കും സ്വാർത്ഥതയും അഹങ്കാരവും വെടിയാത്തവർക്കും എത്ര ശ്രമിച്ചാലും ധ്യാനാവസ്ഥയിലേക്ക് ഉയരാൻ കഴിയുന്നതല്ല. ആത്മാവ് ഏറ്റവും സമീപത്ത് വർത്തിക്കുന്നതാണെങ്കിലും വിഷയാസക്തി ഉള്ളിടത്തോളം കാലം അതിനെ ദർശിക്കാനാവില്ല. ഗ്രഹിക്കാൻ പ്രയാസമുള്ള ഭഗവത് തത്വത്തെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഭഗവത് വിഭൂതികളെ വിസ്തരിക്കുന്ന 4 ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. ആത്മാവ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണെന്നും അത് എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരമാണെന്നും എല്ലാത്തിനെയും സചേതനമാക്കുന്നതും എല്ലാവരിലും കുടികൊള്ളുന്നതുമാണെന്നും എല്ലാം ഈ ശ്ലോകങ്ങളിൽ കൂടി വ്യക്തമാക്കുന്നു. അതിലെ ആദ്യത്തെ ശ്ലോകം, അതായത് ഇനി വരുന്ന 12-ാമത്തെ ശ്ലോകം. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. യദ തേജഃ യാതൊരു തേജസ്, ആദിത്യഗതം ആദിത്യഗതമായിട്ട് അല്ലെങ്കിൽ ആദിത്യനെ പ്രാപിച്ചിട്ട്, അഖിലം ജഗത് എല്ലാ ലോകത്തെയും, ഭാസയതേ പ്രകാശിപ്പിക്കുന്നുവോ, യദ തേജഃ യാതൊരു തേജസ്, ചന്ദ്രമസി ചന്ദ്രനിൽ ഇരിക്കുന്നുവോ, യദ തേജഃ യാതൊരു തേജസ്, അഗ്നൗ ച അഗ്നിയിലും ഇരിക്കുന്നുവോ, തത് തേജഃ ആ തേജസ്, മാമകം ഇതി വിദ്ധി എൻ്റേതെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന ആദിത്യനിലെ തേജസ്സും ചന്ദ്രനിലെയും അഗ്നിയിലെയും തേജസ്സും എല്ലാം എൻ്റേതാണെന്ന് അറിഞ്ഞാലും. പരമാത്മാവിൻ്റെ സകല വ്യാപകത്വവും സ്വയം പ്രകാശകത്വവും ഇവിടെ പറയുന്നു. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി മുതലായ പ്രകാശപദാർത്ഥങ്ങളിൽ ഇരിക്കുന്ന തേജസ് പരമാത്മാവിൻ്റേതാകുന്നു. ഈ ജഗത്തിനെ മുഴുവനും ഭാസനം ചെയ്യുന്ന പ്രകാശിപ്പിക്കുന്ന തേജസ് ആദിത്യനെ ആശ്രയിച്ചിരിക്കുന്നു. ചന്ദ്രൻ ധരിച്ചിരിക്കുന്ന തേജസ്സും ഹോമങ്ങളെ വഹിക്കുന്ന അഗ്നിയിലിരിക്കുന്ന തേജസ്സും സർവ്വതും വിഷ്ണുവായ എൻ്റെ തേജസ്സാണ്. അടുത്തത് 13-ാമത്തെ ശ്ലോകം. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസാ പുഷ്ണാമി ചൗഷധീ സർവാ സോമോ ഭൂത്വാ രസാത്മകഃ. അഹം ഞാൻ പരമാത്മാവ് ഓജസ ഓജസ്സുകൊണ്ട് ഗാം ഭൂമിയെ
ആവിശ്യ പ്രവേശിച്ചിട്ട് ഭൂതാനി ഭൂതങ്ങളെ സകല ഭൂതങ്ങളെയും ധാരയാമി ധരിച്ചുകൊണ്ടിരിക്കുന്നു. രസാത്മക രസസ്വരൂപനായ സോമഃ ചന്ദ്രനായി ഭൂത്വാ ഭവിച്ചിട്ട് സർവാ ഔഷധി എല്ലാ ഔഷധികളെയും ഉഷ്ണാമീച പോഷിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഞാൻ ഭൂമിയെ ആവേശിച്ചിട്ട് എൻ്റെ ഓജസ് കൊണ്ട് ജീവജാലങ്ങളെ നിലനിർത്തുന്നു. രസസ്വരൂപിയായ ചന്ദ്രനായി ചമഞ്ഞ് എല്ലാ സസ്യവർഗങ്ങളെയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഭൂമിയെയും അതിലെ സൃഷ്ടിവർഗങ്ങളെയും നിലനിർത്തുന്നത് ഓജസ്സാണ്. സൂര്യൻ വഴി അന്തരീക്ഷത്തിന് വേണ്ടുന്ന ചൂടായും ഭൂമിയിലെ വളക്കൂറായും എല്ലാം വർത്തിക്കുന്നത് പരമാത്മ ചൈതന്യം തന്നെയാണ്. അങ്ങനെ ജീവികളെ നിലനിർത്താനുള്ള ഭൂമിയുടെ കഴിവ് ഭഗവാന്റെ ഓജസ്സാണ്. രസസ്വരൂപിയായ ചന്ദ്രനിലൂടെ ഞാൻ സസ്യവർഗങ്ങളെ പോഷിപ്പിക്കുന്നു. സർവരസങ്ങളുടെയും അധിഷ്ഠാനമായി ചന്ദ്രനെ പറയുന്നു. ധാന്യങ്ങളിലും സസ്യവിഭവങ്ങളിലും ചന്ദ്രൻ ചെലുത്തുന്ന സ്വാധീനം ഇന്ന് കാർഷിക ശാസ്ത്രവും അംഗീകരിക്കുന്നു. ധാന്യവിത്തുക്കളും ആയുർവേദ മരുന്നുകളും നിലാവ് കൊള്ളിച്ച് വീര്യവത്താക്കുന്ന പതിവും നിലവിലുണ്ട്. ഇനി 14-ാമത്തെ ശ്ലോകം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. അഹം ഞാൻ പരമാത്മാവ് പ്രാണിനാം ജീവികളുടെ ദേഹം ശരീരത്തെ ആശ്രിതഃ ആശ്രയിച്ച് വൈശ്വാനരഃ അഗ്നിയായി അഥവാ ജഠരാഗ്നിയായി ഭൂത്വാ തീർന്നിട്ട് പ്രാണാപാനസമായുക്തഃ പ്രാണൻ അപാനൻ ഈ വായുക്കളോട് ചേർന്ന് ചതുർവിധം 4 തരമായി അന്നം പചാമി ആഹാരത്തെ പചിക്കുന്നു. ഞാൻ ജീവികളുടെ ശരീരത്തിൽ വൈശ്വാനരൻ അഥവാ ജഠരാഗ്നി എന്ന നിലയിൽ വർത്തിച്ച് പ്രാണാപാന വായുക്കളോട് ചേർന്ന് 4 തരത്തിലുള്ള അന്നത്തെ ദഹിപ്പിക്കുന്നു. ഭക്ഷണം 4 തരത്തിലുണ്ട്. ഖാദ്യം, ചോഷ്യം, പേയം, ലേഹ്യം. കടിച്ചും ചവച്ചും കുടിച്ചും നക്കിയും ആഹരിക്കുന്നവ. വേവിച്ചതോ വേവിക്കാത്തതോ പച്ചയോ പഴുത്തതോ ആയ എന്തെല്ലാം ആഹാരങ്ങളുണ്ടോ അവയെല്ലാം ഈ 4 വകുപ്പിൽ പെടും. ജഠരാഗ്നിയുടെ രൂപത്തിൽ ദഹനം നടത്തുന്നത് പരമാത്മ ചൈതന്യമാണ്. പ്രാണാപാനന്മാരോട് ചേർന്ന് അത് ദഹനം നടത്തുന്നു. ശരീരത്തിലേക്ക് ഉൾക്കൊള്ളുന്ന ശക്തിയെ പ്രാണനെന്നും ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വിസർജിക്കുന്ന ശക്തിയെ അപാനൻ എന്നും പറയുന്നു. ഭക്ഷണത്തെ വായിൽ നിന്നും അന്നനാളം വഴി ആമാശയത്തിലെത്തിക്കുന്ന പ്രാണപ്രവൃത്തിയായും അതിലെ പോഷകാംശത്തെ സ്വാംശീകരിച്ച ശേഷം ബാക്കി വിസർജനേന്ദ്രിയം വഴി പുറന്തള്ളുന്ന അപാനവൃത്തിയായും എല്ലാം പ്രവർത്തിക്കുന്നത് ഈശ്വര ചൈതന്യം തന്നെയാണ്. വീണ്ടും പ്രകൃതം തുടരുന്നു 15-ാമത്തെ ശ്ലോകത്തിലും. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമബോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം. സർവസ്യ ച എല്ലാറ്റിൻ്റെയും ഹൃദി മനസ്സിൽ അഹം ഞാൻ പരമാത്മാവ് സന്നിവിഷ്ടഃ ഇരിക്കുന്നവനാണ്. മത്തഃ എന്നിൽ നിന്ന് സ്മൃതി ഓർമ്മയും ജ്ഞാനം അറിവും അപോഹനം ച മറവിയും ഭവതി ഉണ്ടാകുന്നു. സർവൈഹി വേദൈഹി ച സകല വേദങ്ങളാലും വേദ്യഃ അറിയപ്പെടേണ്ടവൻ അഹമേവ ഞാൻ തന്നെ, അതായത് പരമാത്മാവ് തന്നെ. വേദാന്തകൃത് വേദാന്തകർത്താവും വേദവിദ് ച വേദത്തെ അറിയുന്നവനും അഹം ഏവ ഞാൻ മാത്രമാണ്. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. എന്നിൽ നിന്നാണ് സ്മൃതിയും ജ്ഞാനവും വിസ്മൃതിയും എല്ലാം ഉണ്ടാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവനും ഞാൻ തന്നെ. വേദാന്തകർത്താവും വേദത്തെ അറിയുന്നവനും ഞാൻ തന്നെ. എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായ ഞാൻ അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഹൃദയം എന്നാൽ സ്നേഹം, ദയ, കാരുണ്യം, ക്ഷമ തുടങ്ങിയ സദ്ഗുണങ്ങൾക്ക് വിളനിലമാകുന്ന ഇടം എന്നാണ് അർത്ഥം. സർവപ്രാണികളുടെയും ഓർമ്മയും ജ്ഞാനവും അവയുടെ വിനാശവും എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പുതിയ അറിവുകൾ ഉണ്ടാകുന്നതും
തെറ്റായവ വിസ്മരിക്കപ്പെടുന്നതും എല്ലാം മനോബുദ്ധികളുടെ പ്രക്രിയ കൊണ്ടാണ്. അതിനെ പ്രകാശിപ്പിക്കുന്നതും ആത്മചൈതന്യമാണ്. സർവവേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടത് ഞാൻ തന്നെയാണ്. ശ്രുതിയും സ്മൃതിയും ഇതിഹാസ പുരാണങ്ങളും എല്ലാം ഭഗവാനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. ഉപനിഷത്തുക്കളുടെ ആദിമ ഗുരുവും ഈശ്വരൻ തന്നെയാണ്. വേദവാക്യങ്ങൾ മനനം ചെയ്ത് തത്വം ഗ്രഹിക്കുന്ന സാധകനും ബ്രഹ്മം തന്നെയാണ്. വേദാർത്ഥത്തെ അറിയാൻ ഭഗവത് കൃപ കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ഹരി ഓം തത്സത്.